സർവീസ് പുനരാരംഭിച്ച റോബിൻ ബസിനെ MVD തടഞ്ഞ് പരിശോധിക്കുന്നു. മണ്ണാറക്കുളഞ്ഞിക്ക് സമീപമാണ് ബസ് പരിശോധിച്ചത്. 41 യാത്രക്കാരുമായി ഇന്ന് പുലർച്ചെയാണ് ബസ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് പുനരാരംഭിച്ചത്. പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നവംബർ 23-ന് മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചെടുത്തിരുന്നു. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഇന്നാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും റോബിൻ ബസ് യാത്ര പുനരാരംഭിച്ചത്. എന്ത് കാരണം പറഞ്ഞാണ് MVD വീണ്ടും പരിശോധിക്കുന്നത്? നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ഈ ബസ് വിട്ടു നൽകുമ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, കോടതിയിൽ നിന്നും മറ്റൊരു നിർദ്ദേശമുണ്ട്, നിയമലംഘനപരമായിട്ട് യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ നടപടി ഉണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ നടപടി എടുക്കാം എന്ന കാര്യം ഇന്ന് കോടതിയും ഈ വാഹനം വിട്ടു നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു. MVDയും പറഞ്ഞു അത്തരത്തിൽ നിയമലംഘനം കണ്ടു കഴിഞ്ഞാൽ, ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കുമെന്ന്. പക്ഷേ ആ സമയത്ത് തന്നെ റോബിൻ ബസിന്റെ താൽക്കാലികമായിട്ടുള്ള ഉടമയായിട്ടുള്ള റോബിൻ ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഒരു നിയമലംഘനമോ അല്ലെങ്കിൽ നിയമലംഘന നടപടി വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യില്ല, കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നും സമാനമായ സർവീസ് നടത്തിയപ്പോൾ സാധാരണ പരിശോധന പോലെ തന്നെയാണ് ഇന്ന് മണ്ണാറക്കുളഞ്ഞിക്ക് സമീപം മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തിയത്. പക്ഷേ ഈ പരിശോധന നടത്തിയതിൽ ഇന്ന് 41 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ആളുകൾ മുഴുവൻ കൃത്യമായി കോയമ്പത്തൂരിൽ, അതായത് പത്തനംതിട്ടയിൽ നിന്നും കയറി കോയമ്പത്തൂരേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേജ് ഗ്യാരേജ് ആയിരുന്നു മുമ്പ് ഈ റോബിൻ ബസിനെ പിടികൂടുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളായി പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിയമലംഘനമില്ല. കൃത്യമായി തന്നെ കോൺട്രാക്ട് ഗ്യാരേജായി പത്തനംതിട്ടയിൽ നിന്നും കയറി കോയമ്പത്തൂരേക്ക് ഇറങ്ങുന്ന ഒരു കോൺട്രാക്ട് ഗ്യാരേജായാണ് ബസ് പ്രവർത്തിക്കുന്നത് എന്ന് പോലീസ് MVDക്ക് മനസ്സിലായപ്പോൾ ബസ് വിടുകയുമായിരുന്നു. എന്തായാലും ഇനി കോയമ്പത്തൂരേക്ക് എത്തുമ്പോൾ കോയമ്പത്തൂർ അടക്കം സമാനമായ രീതിയിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മുൻ ദിവസങ്ങളൊക്കെ ഈ വാഹനം പിടികൂടുന്ന സമയത്ത് 30 പേരെ പത്തനംതിട്ടയിൽ നിന്നും 40 പേര് കയറിയാൽ തൃശ്ശൂരിലെത്തും 30 പേരാവുന്നു, വീണ്ടും കോയമ്പത്തൂർ എത്തുമ്പോൾ 40 പേരായിരുന്നു. അത്തരത്തിലൊരു സ്റ്റേജ് ഗാരേജ് രീതിയിൽ പ്രവർത്തിച്ചിരുന്നുകൊണ്ടാണ് റോബിൻ ബസിനെ അന്നൊക്കെ മോട്ടോർ വാഹനം പിടികൂടുകയും പിഴ ചുമത്തുകയും ചെയ്തത്. അവസാനമായി നവംബർ 23-നാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസിനെ പിടികൂടി കോടതിയിലേക്ക് വാഹനം മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോയത്. കാരണം തുടർച്ചയായി നിയമലംഘനം നടത്തിയെന്നായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും പിഴ അടച്ചതിന് ശേഷമാണ് കോടതി വാഹനം വിട്ടു നൽകാൻ, അതായത് നിയമപരമായ സർവീസ് നടത്താൻ വാഹനം വിട്ടു നൽകാൻ എന്തായാലും പ്രോത്സാഹിപ്പിച്ച് നിയമപരമായി തന്നെയാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പും പറയുന്നത്. അത് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൃത.